കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് കേൾക്കുക. ആ സമയത്ത് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ സംസാരം കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മെല്ലെ നിർത്തി പോസ് ഇട്ടിട്ട് പറയാം. അപ്പം മറ്റേ ആൾക്ക് കാര്യം കൃത്യമായി ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ സ്പീഡിൽ പറയുന്ന സമയത്ത് ആളുകൾക്കത് മനസ്സിലാവില്ല. മാത്രമല്ല നമ്മൾ പാനിക്കാണെന്ന് അവർ ധരിക്കുകയും ചെയ്യും. ഫില്ലർ വേർഡ്സ് നമ്മൾ കഴിയുന്നതും കുറവേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ വൊക്കാബുലറി ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഫില്ലർ വേർഡ്സ് ഉപയോഗിക്കേണ്ടി വരുന്നത്. അതായത് നമ്മൾ പറയുന്ന സമയത്ത് അത് പിന്നെ എന്താണിപ്പോൾ ക്യാൻ നമ്മൾ സ്പീച്ചിലാണെങ്കിൽ സഭേന മനസ്സിലാക്കുക. സംസാരത്തിൻ്റെ ഇടയിലാണെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി പറഞ്ഞത് ലിസൺ ചെയ്തിട്ട് അവർക്ക് ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ റിട്ടേൺ ആയിട്ട് നമ്മൾ സംസാരത്തിൽ കൊടുക്കേണ്ടത്. അല്ലാതെ പലരും നമ്മൾ മറുപടി പറയാൻ വേണ്ടി പറയുന്നവരാണ്. അതായത് അവർ പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മറുപടി റെഡി ആയിട്ടുണ്ടാവും. അത് റിയാക്റ്റീവാണ്, അതൊരു പ്രൊവക്കേറ്റീവാണ്, അതൊരു ഉഷാറല്ല. മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആവും. നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ ഏത് രൂപത്തിലുള്ള ജസ്റ്റേഴ്സാണ്, എങ്ങനെയാണ് നമുക്ക് പറയേണ്ടത്, എവിടെയാണ് നമ്മൾ പോസ് ചെയ്യുന്നത്. വളരെ കൃത്യമായ ഒരു ഐഡിയ മിററിൻ്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കിട്ടും. ഞാൻ പിന്നെ ഫില്ലർ വേർഡിൻ്റെ ഉസ്താദാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വല്ല സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം.